തലസ്ഥാനത്തെ പിടിച്ചുകുലുക്കിയ 2020 ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട് UAPA ചുമത്തി വിചാരണ കാത്ത ജയിലിൽ കഴിയുന്ന പ്രതികളായ ഉമർ ഖാലിദ്, ജർജീൽ ഇമാം, ഗുൽഫിഷ ഫാത്തിമ തുടങ്ങിയ 6 പേരുടെ ജാമ്യാപേക്ഷ വാദങ്ങൾ സുപ്രീം കോടതിയിൽ പുരോഗമിക്കുകയാണ്. സീനിയർ അഭിഭാഷകരായ കപിൽ സിബൽ, അഭിഷേക് മനു സിംഗ്, സിദ്ധാർത്ഥ് ദാവെ, സൽമാൻ ഖുർഷിദ് എന്നിവരടങ്ങുന്ന രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ നിയമജ്ഞരുടെ നിരയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരാക്കിയിരിക്കുന്നത്. 4 പതിറ്റാണ്ടോളം സുപ്രീം കോടതിയിൽ വാദിച്ച് നേടിയെടുത്ത സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾക്ക് അനുകൂലമായ ഒരു മാനസികാവസ്ഥ കോടതിയിൽ സൃഷ്ടിക്കാനാണ് ഈ സൈക്കോളജി എന്ന് ആരോപിക്കപ്പെടുന്നത്. വാദത്തിനിടയിൽ കോടതി മുറിയിൽ ചിരി പടർത്തിയതും എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദങ്ങളുടെ നിഷ്പക്ഷതയെ ചോദ്യം ചെയ്തതുമായ ഒരു സംഭവം അരങ്ങേറി. പ്രതികൾക്ക് വേണ്ടി വികാരഭരിതമായി വാദിച്ച സീനിയർ അഭിഭാഷകൻ കപിൽ സിബലിനോട് നിങ്ങൾ പ്രതികളായവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണോ എന്ന് ജസ്റ്റിസ് അരവിന്ദ് കുമാർ ഒരു വേള ചോദിച്ചു. ജസ്റ്റിസുമാരായ അരവിന്ദ് കുമാറും NV അൻസാരിയുമാണ് കേസിൽ വാദം കേൾക്കുന്നത്. കോടതിയിലെ മറ്റ് അംഗങ്ങളിലും ചിരി ഉണർത്തിയ ആ ചോദ്യത്തിന് മറുപടി പറയാൻ ചിരിച്ചുകൊണ്ട് സിബിലിന് സാധിച്ചു. ജഡ്ജിയുടെ ശക്തമായ ചോദ്യത്തിന് കപിൽ സിബൽ നൽകിയ മറുപടി പൊള്ളയായ ഒന്നായിരുന്നു എന്ന വിമർശനമുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി തന്നെയാണ് കണ്ണീര് ഒഴുക്കുന്നത് എന്നായിരുന്നു ചിരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടി. പ്രതികൾക്ക് അനുകൂലമായ വികാരം ഉണർത്താൻ ശ്രമിക്കുന്ന കപിൽ സിബലിന്റെ വാദമുഖങ്ങൾ കേട്ടിട്ട് തന്നെയാണ് കോടതി ഇത്തരമൊരു ചോദ്യം ഉന്നയിച്ചതെന്നും ശ്രദ്ധേയമാണ്. ഈ ചോദ്യവും മറുപടിയും കോടതി മുറിയിൽ മാധ്യമ ശ്രദ്ധ നേടുകയും നിയമരംഗത്ത് ചർച്ചാ വിഷയമാവുകയും ചെയ്തു. വിചാരണയില്ലാതെ 5 വർഷത്തിലേറെയായി ജയിലിൽ കഴിയുന്നവർക്ക് ജാമ്യം നൽകണമെന്ന നിയമതത്വം പരമാവധി ഉപയോഗപ്പെടുത്താനാണ് സീനിയർ അഭിഭാഷകരുടെ ശ്രമം. ജാമ്യം എന്നത് നിയമമാണ്, ജയിൽ എന്നത് വർജിക്കപ്പെടേണ്ടതാണെന്ന സിദ്ധാന്തം വലിയ തോതിൽ പ്രചരിക്കപ്പെടുന്നു. വിചാരണ കൂടാതെ നീണ്ടകാലം തടവിൽ വെച്ച് എന്ന പ്രശ്നം പെരുപ്പിച്ച് കാണിച്ച് പ്രതികളെ ജയിൽ മോചിതരാക്കുകയാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഡൽഹിയിലെ ചില പുരോഗമന മാധ്യമ പ്രവർത്തകരെന്ന് അവകാശപ്പെടുന്നവരും ഈ ജാമ്യ നീക്കത്തിന് അനുകൂലമായി നിലകൊള്ളുന്നു. കലാപത്തിന് കാരണമായ ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്നായി ഡൽഹി പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് ഉമർ ഖാലിദ് അമരാവതിയിൽ നടത്തിയ പ്രസംഗമാണ്. ഈ പ്രസംഗത്തിൽ പൗരത്വ വിരുദ്ധ പ്രക്ഷോഭം, ദേശീയ പൗരത്വ രജിസ്ട്രി തുടങ്ങിയ വിഷയങ്ങൾക്കൊപ്പം ബാബറി മസ്ജിദ്, മുത്തലാഖ് തുടങ്ങിയ വൈകാരിക വിഷയങ്ങൾ കൂടി ചേർത്ത് വെച്ച ഒരു പ്രത്യേക സമുദായത്തെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസിന്റെ ആരോപണം. എന്നാൽ കപിൽ സിബൽ ഈ പ്രസംഗത്തെ പൂർണ്ണമായും പ്രതിരോധിച്ചു. ഉമർ ഖാലിദ് അമരാവതിയിൽ പ്രസംഗിച്ചത് ഗാന്ധിയൻ തത്വങ്ങളെ കുറിച്ചായിരുന്നു എന്നും അത് അഹിംസയെ കുറിച്ചുള്ള ഒരു ചെറിയ പ്രഭാഷണം മാത്രമായിരുന്നു എന്നും അദ്ദേഹം വാദിച്ചു. കൂടാതെ കലാപം നടന്ന സമയത്ത് ഉമർ ഖാലിദ് ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ലെന്നും ഒരു കലാപത്തിലും നേരിട്ട് പങ്കാളിയല്ലെന്നും സിബൽ വാദിച്ചു. കലാപത്തിൽ ബോംബുകളോ മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ചിട്ടില്ലാത്തതിനാൽ ഉമർ ഖാലിദിന് മേൽ UAPAയിൽ ഭീകരവാദ നിയമം എന്ന വകുപ്പ് അടിച്ചേൽപ്പിക്കരുത് എന്നതായിരുന്നു കപിൽ സിബൽ ഉന്നയിച്ച മറ്റൊരു പ്രധാന വാദം. ലളിതമായ ജാമ്യ വ്യവസ്ഥകൾ പ്രതിക്ക് നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഡൽഹി പോലീസ് നൽകിയ റിപ്പോർട്ടിൽ 2020 ഡൽഹി കലാപം ഇന്ത്യയിലെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ നടത്തിയ ആസൂത്രിത അട്ടിമറിയായിരുന്നു എന്ന വിലയിരുത്തലാണ് നടത്തുന്നത്. സിമി ഭീകരവാദിയായ ഉമർ ഖാലിദിനെയാണ് ഈ കലാപത്തിന്റെ മുഖ്യ ആസൂത്രകനായി കണക്കാക്കുന്നത്. കലാപത്തിന് പിന്നിൽ വിഘടനവാദപരമായ ഗൂഢാലോചന നടന്നതായി പോലീസ് ആരോപിക്കുന്നു. കലാപനാളുകളിൽ ഉമർ ഖാലിദ് നടത്തിയ മറ്റൊരു പ്രസംഗം വിഘടനവാദത്തിന്റെ പേരിൽ കുപ്രസിദ്ധമാണ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി കൂട്ടിയോജിപ്പിക്കുന്ന 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള സിലിഗുരി ഇടനാഴിയിൽ മാർഗ തടസ്സങ്ങൾ ഉണ്ടാക്കുമെന്നും അതുവഴി ഈ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുമെന്നും അദ്ദേഹം പ്രസംഗിച്ചു. ഈ നഗ്നമായ വിഘടനവാദ പ്രസംഗം ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്രവാദികൾ പ്രസംഗിക്കുന്നതിന് സമാനമായ ശൈലി ആയിരുന്നുവെന്നും പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. ഉമർ ഖാലിദിന്റെ കൂട്ടാളിയായ ഷെർജിൽ ഇമാമും സമാനമായ വിഘടനവാദപരമായ ആഹ്വാനം നടത്തിയിരുന്നു. അരുണാചൽ പ്രദേശ്, അസം, മണിപ്പൂർ മുതലായ 7 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ സിലിഗുരി പ്രദേശത്ത് ചക്ക ജാം ഉണ്ടാക്കാൻ പൗരത്വ ബില്ലിനെതിരായ പ്രക്ഷോഭത്തിൽ ഷെർജിൽ ഇമാം പ്രസംഗിച്ചിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ഇക്കാര്യം പ്രസംഗിച്ചു എന്നും എന്നാൽ കലാപം ഉണ്ടാക്കാൻ പറഞ്ഞില്ല എന്നുമാണ് ഷെർജിൽ ഇമാം സുപ്രീം കോടതിക്ക് മറുപടി നൽകിയത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ലക്ഷ്യം രാജ്യത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നുവെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി വാദിക്കുന്നു. ഡൽഹിയിൽ നടന്ന ഹിന്ദു വിരുദ്ധ കലാപത്തിൽ പ്രഥമ ദൃഷ്ട്യ ഉമർ ഖാലിദ് കുറ്റവാളിയാണെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് ഡൽഹി സെഷൻസ് കോടതിയും പിന്നീട് ഡൽഹി ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചത്. വിഘടനവാദപരമായ പ്രസംഗങ്ങളും കലാപത്തിലെ പങ്ക് സംബന്ധിച്ച തെളിവുകളും കോടതികൾ കണക്കിലെടുത്തിരുന്നു. ഷെർജിൽ ഇമാമിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിദ്ധാർത്ഥ് ദാവെ പോലീസിനെതിരെ വിമർശനം ഉന്നയിച്ചു. മനഃപൂർവ്വം പോലീസ് 3 വർഷത്തോളം കേസ് അന്വേഷണം നീട്ടിക്കൊണ്ടുപോയെന്നും അവസാന കുറ്റപത്രം 2024 സമർപ്പിച്ചതെന്നും അതിനാൽ പ്രതികളുടെ ജയിൽവാസം
ജയിൽവാസം അനാവശ്യമായി നീണ്ടുപോയെന്നും അദ്ദേഹം വാദിച്ചു. എന്നാൽ ഡൽഹി കലാപം എന്നത് 750 FIR-കൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വലിയൊരു സംഭവമായിരുന്നു. ഇത്രയും അധികം കേസുകളും തെളിവുകളും സാക്ഷികളും ഉള്ള ഒരു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് 3 വർഷത്തിലധികം സമയം എടുക്കുന്നതിന് സ്വാഭാവികമാണെന്ന് പ്രതികൾക്കെതിരായ ഭാഗത്തുള്ള അഭിഭാഷകർ വാദിക്കുന്നു. പ്രതികൾക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകർ വിചാരണ വൈകുന്നത് ചൂണ്ടിക്കാട്ടി ജാമ്യം നേടാൻ ശ്രമിക്കുമ്പോൾ ഡൽഹി പോലീസ് പ്രതികളുടെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും ആസൂത്രിതമായ കലാപത്തിനുള്ള ആഹ്വാനമായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അമിത് പ്രസാദ് നേരത്തെ ഡൽഹി ഹൈക്കോടതിയിൽ ഈ പ്രസംഗം തെളിവായി ചൂണ്ടിക്കാട്ടിയിരുന്നു. വടക്ക് കിഴക്കൻ ഡൽഹിയിൽ 53 പേരുടെ ജീവനെടുത്ത് ഈ കലാപം മുസ്ലിങ്ങളിലൂടെ ആസൂത്രിതമായ ഹിന്ദുക്കളെ ലക്ഷ്യമാക്കി നടത്തിയതായിരുന്നുവെന്ന വിലയിരുത്തലിലാണ് ഡൽഹി പോലീസ് ഉറച്ചു നിൽക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും തെറ്റിദ്ധാരണ പരത്തിയും ഒരു പ്രത്യേക സമുദായത്തെ പ്രകോപിപ്പിച്ചതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നും അവർ പറയുന്നു. UAP പോലുള്ള കടുത്ത നിയമങ്ങൾ ചുമത്തിയിട്ടുള്ള ഈ കേസിൽ നീണ്ട ജയിൽവാസം എന്ന പ്രതിരോധ തന്ത്രവും രാജ്യസുരക്ഷയ്ക്ക് നേരെയുള്ള ഭീഷണി എന്ന പ്രോസിക്യൂഷൻ വാദവും തമ്മിലുള്ള നിയമപരമായ സങ്കീർണതകൾ ഏറെ. ജാമ്യം നൽകുന്നതിനും നിഷേധിക്കുന്നതിനും കർശനമായ മാനദണ്ഡങ്ങളാണ് UAPA നിയമത്തിലുള്ളത്. കപിൽ സിബലിനോടുള്ള ജസ്റ്റിസ് അരവിന്ദ് കുമാറിന്റെ ചോദ്യം കോടതി വികാരങ്ങൾക്കല്ല, നിയമത്തിനും വസ്തുതകൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകുന്നത് എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നു. സീനിയർ അഭിഭാഷകരുടെ സ്വാധീനത്തിലോ വൈകാരികമായ വാദങ്ങളിലോ കോടതിയുടെ വിധി ഉണ്ടാകില്ല എന്ന സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. വിചാരണ കൂടാതെ 5 വർഷം തടവിൽ കിടന്ന പ്രതികൾക്ക് ജാമ്യം ലഭിക്കുമോ, അതോ വിഘടനവാദപരമായ പ്രസംഗങ്ങളുടെ ഗൗരവം പരിഗണിച്ച് സുപ്രീം കോടതി ജാമ്യം നിഷേധിക്കുമോ എന്ന ആശങ്കയിലാണ് രാജ്യം. നിയമപരമായും രാഷ്ട്രീയപരമായും ഏറെ പ്രാധാന്യമുള്ള ഈ കേസിൽ സുപ്രീം കോടതിയുടെ അന്തിമ വിധി നിർണായകമാകും.